നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായി കാണാൻ ശ്രദ്ധിക്കുക. ലൈംഗിക ബന്ധത്തിന് മുൻപുള്ള ഫോർപ്ലേയും അതേപോലെ ലൈംഗിക ബന്ധത്തിന് മാത്രമല്ല ലൈംഗിക വീഴ്ചയ്ക്ക് ശേഷമുള്ള കാര്യത്തിനും ഒരുപാട് പ്രാധാന്യമുണ്ട്. ലൈംഗിക ബന്ധത്തിന് ശേഷം സ്ത്രീകൾ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് പുരുഷന്മാർ അറിഞ്ഞിരിക്കേണ്ടത് തന്നെയാണ്. അതായത് സ്ത്രീകൾ ശാരീരിക ബന്ധത്തിന് മുൻപും അതിനുശേഷവും എന്തിന് ഉടനീളം ശാരീരിക ബന്ധത്തിൽ കൂടുതലായിട്ടും പരിഗണന ആഗ്രഹിക്കുന്നവരാണ്. പരിഗണന എന്ന് പറയുമ്പോൾ സ്നേഹവും കരുതലും ആഗ്രഹിക്കുന്നവരാണ് സ്ത്രീകൾ. അപ്പോൾ ലൈംഗികപരമായ കാര്യങ്ങളിൽ പ്രത്യേകിച്ച് ലൈംഗിക വീഴ്ചയ്ക്ക് ശേഷം സ്ത്രീക്ക് പരിഗണനയും സ്നേഹവും നൽകുന്നത്, സ്ത്രീയെ പരിഗണിക്കുന്നത് ഏത് രീതിയിലാണ്, അല്ലെങ്കിൽ സ്നേഹവും കരുതലും നൽകുന്നത് ഏതൊക്കെ രീതിയിലാണ്, എങ്ങനെ പ്രകടിപ്പിക്കണം എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ചാനൽ കാണുന്നതെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, അതോടൊപ്പം തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നല്ലതും കൃത്യമായിട്ടുള്ള ഫോർപ്ലേ ചെയ്യുക. അപ്പോൾ ഫോർപ്ലേയെ കുറിച്ച് കൃത്യമായിട്ടൊരു ധാരണ, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഉൾപ്പെടുത്തേണ്ടത് എന്നതിനെക്കുറിച്ച് ദമ്പതികൾ രണ്ടുപേർക്കും കൃത്യമായിട്ടുള്ള ഒരു ധാരണയുണ്ടായിരിക്കണം. പരിഗണന നൽകി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുക എന്ന് പറയുമ്പോൾ ലൈംഗിക ബന്ധം എന്ന് പറയുന്നത് ഒരു കൊടുക്കൽ വാങ്ങൽ രീതിയിലായിരിക്കണം. ഒരാളുടെ മാത്രം സംതൃപ്തിക്ക് വേണ്ടി ചെയ്യുന്നതായിരിക്കരുത്. ശാരീരിക ബന്ധം കഴിഞ്ഞാലും മാനസികമായിട്ടുള്ള അടുപ്പം എന്നത് വളരെയധികം പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെ ലൈംഗിക വീഴ്ചയ്ക്ക് ശേഷവും കുറച്ചു സമയം ഒരുമിച്ച് കിടക്കാൻ തന്നെ സമയം കണ്ടെത്തുക. ലൈംഗിക ബന്ധത്തിന് ശേഷമുള്ള ചെറു ചുംബനങ്ങൾ, തലോടൽ, അതേപോലെ ആലിംഗനം, ഇതെല്ലാം തന്നെ പരസ്പരം ലൈംഗികപരമായ ഒരു കൂടുതൽ സംതൃപ്തിയിൽ എത്തിക്കുകയും അതേപോലെ തന്നെ പരസ്പരം ഒരു സുരക്ഷിതത്വവും ലൈംഗികപരമായ താല്പര്യം കൂടുതലായിട്ട് ഉണ്ടാക്കുകയും ചെയ്യുന്നു. അതേപോലെ തന്നെ ലൈംഗിക വീഴ്ചയ്ക്ക് ശേഷം പങ്കാളിയോട് ലൈംഗിക ബന്ധം എങ്ങനെ ഉണ്ടായിരുന്നു, സുഖകരമായിരുന്നു, അതേപോലെ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടായിരുന്നോ, ഇഷ്ടപ്പെട്ട കാര്യം ഏതാണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ തുറന്നു ചോദിക്കുന്നത് അവർക്ക് പരിഗണന ലഭിക്കുന്നു എന്ന തോന്നൽ ഉണ്ടാക്കുന്നതാണ്. ലൈംഗിക ബന്ധത്തിന് ശേഷം ഒരുമിച്ച് കിടന്നാൽ മാത്രം പോരാ, കുറച്ചു സമയം സംസാരിക്കാനും കൂടി ശ്രദ്ധിക്കേണ്ടതാണ്. അധികം സംസാരിച്ചില്ലെങ്കിൽ പോലും പരസ്പരം സ്നേഹിക്കുന്നു എന്നുള്ള തുറന്നു പറച്ചിൽ പോലും ഒരുപാട് സന്തോഷവും സമാധാനവും നൽകുന്നതാണ്. സ്വന്തം ശരീരത്തെയും മനസ്സിനെയും എന്നതുപോലെ തന്നെ പങ്കാളിയുടെ ശരീരത്തെയും മനസ്സിനെയും സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുക. എങ്കിൽ മാത്രമേ നല്ല രീതിയിലുള്ള ലൈംഗിക ജീവിതവും കുടുംബജീവിതവും മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. സ്ത്രീകളെ സംബന്ധിച്ച് പ്രസവശേഷം അവരുടെ ശരീരത്തിനും അതേപോലെ തന്നെ മനസ്സിനും ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഇത്തരം ശാരീരിക മാനസിക മാറ്റങ്ങളെക്കുറിച്ച് പുരുഷന് മനസ്സിലാക്കുകയും അവർക്ക് സന്തോഷവും സ്നേഹവും നൽകി പരിഗണിക്കുക. ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ തന്നെ നിങ്ങളുടെ കുടുംബജീവിതം കൂടുതൽ മനോഹരവും അതേപോലെ തന്നെ ആരോഗ്യകരവുമാക്കുവാനും സാധിക്കുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക, അതോടൊപ്പം തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ആരോഗ്യപ്രദമായ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി. ബൈ.